ആരോഗ്യമേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഒരു വെളിപ്പെടുത്തൽ. സ്വകാര്യ ആശുപത്രികൾ ആംബുലൻസ് ഡ്രൈവർമാർക്ക് കമ്മീഷൻ നൽകുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് മന്ത്രി ഉന്നയിച്ചത്. എന്നാൽ ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ ആംബുലൻസ് ഉടമസ്ഥരുടെയും ഡ്രൈവർമാരുടെയും സംഘടനകൾ രംഗത്ത് വന്നതോടെ വിഷയം രാഷ്ട്രീയമായും സാമൂഹികമായും വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. കോഴഞ്ചേരിയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കവെയാണ് മന്ത്രി വീണ ജോർജ് ഈ വിവാദ പരാമർശം നടത്തിയത്. കൊച്ചിയിലെ ചില പ്രമുഖ സ്വകാര്യ ആശുപത്രികൾ ഒരു രോഗിയെ എത്തിച്ചു കൊടുക്കുന്നതിന് ആംബുലൻസ് ഡ്രൈവർമാർക്ക് 10,000 രൂപ വരെ കമ്മീഷൻ നൽകുന്നുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. ചിലയിടങ്ങളിൽ ഇത് 5,000 രൂപയാണെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി. മന്ത്രിയുടെ പ്രസംഗത്തിലെ പ്രധാന പോയിന്റുകൾ ഇങ്ങനെയായിരുന്നു: ഒരു ഡ്രൈവർ 10 രോഗികളെ എത്തിച്ചാൽ അയാൾക്ക് 50,000 രൂപ വരെ കമ്മീഷനായി ലഭിക്കുന്നു. ഇത് സാധാരണക്കാരന്റെ ചികിത്സാ ചെലവ് വർദ്ധിപ്പിക്കുന്നുമുണ്ട്. അതോടൊപ്പം ആംബുലൻസ് ഡ്രൈവർക്ക് നൽകുന്ന ഈ കമ്മീഷൻ തുക ആശുപത്രികൾ പിന്നീട് ഈടാക്കുന്നത് രോഗികളുടെ ചികിത്സാ ബില്ലിൽ നിന്ന് തന്നെയാണ്. അതായത് രോഗി അറിയാതെ തന്നെ അവരുടെ പോക്കറ്റിൽ നിന്നും വലിയൊരു തുക ഈ ഇടനിലക്കാർക്കായി പോകുന്നു.